ലൈഫ് സിറ്റുവേഷൻ എന്ന മത്സര റൗണ്ടിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ജ്യോതി. ലെറ്റ്സ് വെൽക്കം ജ്യോതി ഓൺ ടു ദ സ്റ്റേജ്. ജ്യോതി, ആദ്യം തന്നെ ഈ ഒരു സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ വരെ എത്തിയതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഈ ഒരു റൗണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്നും കൂടെ വിശദീകരിച്ചു കൊടുക്കാം അല്ലേ? റിയൽ ലൈഫ് സിറ്റുവേഷൻ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ജ്യോതി എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് എൻ്റെ മോളെ ബീച്ചിൽ വന്നപ്പോൾ പെട്ടെന്ന് കോഫി ഷോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു പരിഭ്രമമാണ്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ജ്യോതി ഇത്തരത്തിൽ ഈ ഒരു കഥാപാത്രമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതെ, അതെനിക്ക് പറയാനുണ്ട് കുറച്ച് എക്സ്പീരിയൻസ്. അല്ല, ഞങ്ങൾ കാണുന്നതിന് മുമ്പ് നമ്മളോട് എന്തെങ്കിലും പറയാറുണ്ടോ ഇതിൻ്റെ? ആസ് എൻ ആക്ട്രസ് എന്താണ് ഫീൽ ചെയ്തത്? ആസ് എൻ ആക്ട്രസ് ഞാൻ ഫീൽ ചെയ്തത്, ഞാൻ ആ സിറ്റുവേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഞാൻ അങ്ങനെ ആയി എന്ന് എനിക്ക് തോന്നി. എൻ്റെ മോളെ കാണാനില്ല, ആ ഒരു പരിഭ്രമവും അതും എനിക്ക് ശരിക്കും വന്നു. എനിക്ക് തന്നെ ഞാനിങ്ങനെ വരച്ചിട്ട് തന്നെയാണ് ചെയ്ത്. അതെ അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ സ്റ്റേജിൽ ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സിനിമയിൽ ചെയ്യുന്നതൊക്കെ ആയാലും അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട് അല്ലേ? നമ്മൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ എന്നാ പറയുന്നത് എന്ന് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷേ ഇതങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ ആൾക്കാരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള അറിയില്ല, നമ്മൾ എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്നറിയില്ല, ഇത് പറഞ്ഞ് എങ്ങോട്ട് എവിടം വരെ നമുക്കിത് അഭിനയിക്കുക എന്നുള്ളത് അറിയില്ല അല്ലേ? ഹൗ വാസ് ഇറ്റ്? കുട്ടിയെ കാണാനില്ല എന്നുള്ള ഇതൊരെടുത്തപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുട്ടി ഇല്ലാണ്ടാണ് ഞാൻ അവിടെ ചെല്ലണത്. അപ്പോൾ കുട്ടി ഇല്ലാണ്ട് ഞാൻ അവിടെ ശരിക്കും അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ആരെങ്കിലും നോട്ട് ചെയ്യോ ഞാൻ വന്നിരിക്കുന്ന കുട്ടി ഇല്ലാണ്ടാണ്. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ചാടിയിട്ടാണ് ഞാൻ പറയുന്നത്, അയ്യോ കുട്ടിയെ കാണാനില്ല. അപ്പോൾ എൻ്റെ പേടി മുഴുവൻ അതാ, ഞാൻ ഈ വന്ന് ആരെങ്കിലും കഷ്ടകാലത്തിന് എന്നെ വന്ന് ഞാൻ ഇറങ്ങണത് നോട്ട് ചെയ്ത് കുട്ടി വന്നത് കുട്ടി ഇല്ലാണ്ടാണ് പറഞ്ഞ ഞാൻ ഈ പ്ലാൻ ചെയ്ത് മുഴുവൻ പോയി. അങ്ങനെ ഭാഗ്യത്തിന് ആരും നോട്ട് ചെയ്തില്ല. ജ്യോതി, എന്താ ഇത് ഇങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്ത്? എന്താ ജ്യോതിയുടെ തന്നെ സെലക്ഷൻ അല്ലേ ഇത് ചെയ്യാം? എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഇത്തിരി ആക്ടിങ് ആയിട്ടുള്ള ഒരു ഇത്തിരി സ്കോപ്പ് ഉണ്ട് എന്ന് തോന്നി. ഒരിക്കലും ഞാൻ ഇത് ഓരോ റൗണ്ടും വളരെ ടഫായിട്ടുള്ള റൗണ്ടായിരുന്നു. പക്ഷേ ഇത്ര ടഫായിട്ടുള്ള ഒരു റൗണ്ട് എനിക്ക് ഇത് ഞാൻ ഒരിക്കലും ബെസ്റ്റ് ആക്ടർ ഷോ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെ ഒരു റൗണ്ട് തന്ന് രമേശ് സാറിനോടും മുരളി സാർ, സിത്താര മാമിൻ്റെ അടുത്ത്. ഗുഡ്. അപ്പോൾ നമുക്ക് കാണാം അല്ലേ? അക്ക ഒരു 5 വയസ്സായ ഒരു പെൺകുട്ടിയെ കണ്ടു, ഒരു റെഡ് ഷർട്ടും ഒരു വൈറ്റ് ഇത് ഇട്ടിട്ട്. ഞാൻ ഇറങ്ങുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ഒരു റെഡ് ഷർട്ട് ഇട്ടിട്ട് ഒരു വൈറ്റ് സ്കേർട്ട് ഇട്ടിട്ട് ഒരു കുട്ടിയെ കണ്ടു, 5 വയസ്സായ ഒരു കുട്ടിയെ. കണ്ടില്ല മാഡം, ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ. പെട്ടെന്ന് ഇറങ്ങി പോന്നു പറഞ്ഞു, ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഓടിപ്പോന്നു. അവര് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. 5 വയസ്സ് വേഷം. ഇപ്പൊ ഞാൻ ചായ കുടിച്ച് ഇറങ്ങിയപ്പോ മോള് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോന്നു, കണ്ടില്ല. ഡ്രൈവർ ഉണ്ട്, ഞാൻ വിട്ടില്ല. ഞാൻ എറണാകുളത്ത് ഹസ്ബൻഡ് കൂടെ കോൺഫറൻസിന് വന്ന, ഹസ്ബൻഡ് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഡ്രൈവറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വൈറ്റ് സ്കേർട്ടും റെഡ്
ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോ പെട്ടെന്ന് ഓടിപ്പോന്നു സാംസൺ കോട്ടൂർ വിജീസം എന്നിവർ ഒരുക്കും റെഡ് ടീഷർട്ട് ഒരു ഷർട്ട്. ഇല്ല, ഞാന് വലിയ കൊടുത്തിട്ട് താഴെ ഇറങ്ങി നോക്കും. ഇവിടെ വെച്ചേക്കാണോ പെൺകുട്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതല്ല ഞാൻ ഇവിടേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് മിസ്സായി. ഡ്രൈവറെ 2-3 റിംഗ് ചെയ്ത് എടുക്കുന്നില്ല ഡ്രൈവർ. പറഞ്ഞു അതെ, ഡ്രൈവറെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അതെ, രാമകൃഷ്ണൻ എവിടെയാ? മോളെ കാണാൻ രാമകൃഷ്ണൻ ഒന്നെങ്കിലും വേഗം തരൂ. കാറിലോ രാമകൃഷ്ണൻ എങ്ങനെ കുട്ടി വന്ന? ഞാൻ വരാം അങ്ങോട്ട്. ആ ശരി, താങ്ക് യു സോ മച്ച്. സോറി. അല്ല, ഡ്രൈവർ ഇവിടെ വന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. വളരെ ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. വളരെ ഗംഭീരം വെച്ചാൽ അഭിനയിക്കാന്നേ തോന്നൂല. ഒരു അഭിനയം മറ്റു പലർക്കും ഒരു ഭാരമായിട്ട് വരും. അഭിനയിക്കുകയാണ്, അത് തോന്നാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല അഭിനയം. അതാ ഞാൻ പറഞ്ഞത്, അഭിനയം ഒന്നും തോന്നുന്നില്ല. പണ്ട് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അനുഭവം ഉണ്ടായി. ഞാൻ അഭിനയിക്കുന്ന കൊച്ചായിരിക്കും. അപ്പം അഭിനയിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു, മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ അപ്പോൾ എനിക്കൊരു അനിയൻ കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി അമ്മ ഇങ്ങനെ താരാട്ട് പാടി ഉറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു പാട്ടിൻ്റെ പകുതിക്ക് ഞാൻ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തിട്ട് എനിക്ക് അമ്മ കരയുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കും കരച്ചിൽ വരുന്നു. പിന്നെ കുറച്ച് അമ്മ എന്തോ പറയും. അപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലാവും. നല്ല സീനാണ്. അത് എൻ്റെ മുത്തശ്ശൻ വന്നതിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകും. ഈ നാടകത്തിൽ അഭിനയിക്കുമ്പം ഞാൻ സൈഡ് കാറിൻ്റെ അടുത്ത് വന്നാലും പിന്നെ ഞാൻ കരയും. അപ്പോൾ ആൾക്കാർക്ക് നല്ലതാന്നൊക്കെ പറഞ്ഞ് എന്നെ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചിരിക്കുമ്പോഴും എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല. അതൊരു നടൻ്റെ കുഴപ്പമാണ്. അത് പറഞ്ഞാൽ മനസ്സിലായി. നമ്മളത് കഴിഞ്ഞാൽ അതങ്ങ് ആയിത്തീരരുത്. അത് നമ്മുടെ കൺട്രോളിലായിരിക്കണം. നമ്മൾ പലപ്പോഴും ഗ്രൂമിങ് സെഷനിലൊക്കെ പറയാറുള്ള ഈ ഇപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷനാണ് ഞാൻ പറയുന്നത്. ബിലീവബിലിറ്റി അതിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. ബീയിങ് ദ ക്യാരക്ടർ എന്ന് നമ്മൾ പറയാറില്ലേ, നിങ്ങൾ ക്യാരക്ടർ അഭിനയിച്ചു, നിങ്ങളത് നാടകത്തെ പോലെ ആയിപ്പോയി, നിങ്ങൾ വല്ലാതെ അഭിനയിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇറ്റ്സ് ജസ്റ്റ് ബീയിങ് ദാറ്റ് ക്യാരക്ടർ സെൽഫ്. അല്ലാതെ ഇതാ ഞാനൊരു കഥാപാത്രത്തെ അഭിനയിക്കുന്നു എന്ന ഭാവത്തോടു കൂടി ഒരു കഥാപാത്രത്തെ അഭിനയിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് ഈ ബീയിങ് ദ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതാണ് റിയൽ. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആക്ടേഴ്സിനെ അങ്ങനെ ചെയ്യാത്ത ആക്ടേഴ്സിനെ നമുക്ക് വിച്ഛേദിച്ച് കാണാൻ പറ്റും. അപ്പോൾ ജ്യോതി അതിൽ ഫുൾ മാർക്സ് ഉണ്ട് ജ്യോതിക്ക്. യു ആർ ബീയിങ് ദാറ്റ് മദർ. വളരെ നന്നായിരുന്നു. യു ലുക്ക് സോ നാച്ചുറൽ. അമ്മയുടെ വേദനയൊക്കെ നന്നായിട്ട് ചെയ്തു. ഇറ്റ് ഈസ് വെരി ഗുഡ്. താങ്ക് യു മാം. അപ്പോൾ സെലക്ട് ചെയ്തതിന് ഫുൾ അപ്രീസിയേഷൻ, ബിക്കോസ് ഇറ്റ് വാസ് സോ പെർഫെക്റ്റ്. യു ഡിഡ് ഇറ്റ് സോ വെൽ. ജ്യോതിയുടെ കൂടെ തന്നെ ഒരു ലേഡി, അതാ എനിക്ക് അവരുടെ മുഖമാണ് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ബ്ലൂ ചുരിദാർ ഇതിലെന്നോ അവരാണ് അവിടെ ഏറ്റവും അധികം എന്നെ സിൻസിയറായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്ത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ സ്ത്രീയുടെ മുഖം ഞാൻ മറന്നിട്ടില്ല. ബാക്കി എല്ലാവരെയും കുറച്ചങ്ങോട്ട് മറന്നാലും അവരുടെ മുഖം ഞാൻ ഇപ്പോഴും ഡ്രൈവറെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അല്ല കിട്ടിയില്ലോ, സമാധാനമായി കിട്ടിയില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചിലവരിങ്ങനെ പറയണ്ടായിരുന്നു, കണ്ടില്ലേ എന്താ ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു സ്ത്രീ. പിന്നെ വേറെ 1-2 പ്രാവശ്യം അവിടെ മൈക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായി, കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പേര്? അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ മോളുടെ പേര് തന്നെ പറഞ്ഞു, അമൃത കാണാനില്ല. അപ്പോൾ പിന്നെ കാത് കുത്തിയിട്ടില്ല, വെള്ള ഡ്രസ്സ് അങ്ങനെ. അപ്പോൾ ആരോ ഒരാൾ, നമ്മുടെ ക്രൂവിലത്തെ ഒരാൾ തന്നെ പോയിട്ട് പറഞ്ഞു അത്രേ, ഏയ് വേണ്ട, അനൗൺസ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഒരു കുട്ടി കാണാത്ത ഒരു അമ്മയുടെ വിഷമം നിങ്ങൾക്കൊന്നും അറിയില്ല. 2-3 പ്രാവശ്യം അനൗൺസ്മെൻറ്റും അതൊക്കെ ഉണ്ടായി.